കണ്ടത് കക്കാൻ കള്ളം പോകല്ലേ. അപ്പൊ ആരും മെത്തലിലൂടെ വളരെ ചുവപ്പ് കളറാണ്. അപ്പൊ ഇത് കഴിഞ്ഞാണ് കളർ മാറി വീണ്ടും നമ്മുടെ വരാന്റെ കളറിലേക്ക് വരുന്നത്. മത്സ്യകൃഷി ഏറ്റവും ലാഭകരമാവുന്നത് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കുമ്പോഴാണ്. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വരാൽ കൃഷി ഉണ്ടല്ലോ, ലാഭകരമായിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി മെത്തഡാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന 10 സെന്റ് കുളത്തിലില്ലേ 100 ജോഡി വരാൽ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇടാൻ പോയാണ്. ഏകദേശം ഒരു 5 മാസം പ്രായമുള്ള വരാൽ കുഞ്ഞുങ്ങളാണ്. കണ്ടത് നല്ല മഴക്കാലാണ്, ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. ഈ കുളം നമ്മള് പച്ചക്കറി കൃഷിയുടെ കുളമാണ്. നമ്മള് കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു 27 കിലോ വരാൽ നമ്മൾ കൊണ്ടായി കുളത്തിൽ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിരിഞ്ഞിരിക്കണേ. ഇപ്പോഴത്തെ ഹൈബ്രിഡ് വരാല ഇത് കണ്ടോ, നോക്കിയേ. അതായത് പുതിയൊരു മാർക്കറ്റിലൂടെ നമ്മൾ വിരിയിച്ചിരിക്കുകയാണ്. ഉണ്ടാ ഇവിടെ മാത്രമല്ല, ഇവിടെ 3 സെറ്റാണ് ഇപ്പൊ അടുത്തടുത്ത ഏരിയയിൽ വിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ 1, ഇങ്ങോട്ട് വരുമ്പോഴും 2ാമത്തെ സെറ്റ് ഉണ്ടാ, അങ്ങോട്ട് വരുമ്പോഴും 3ാമത്തെ സെറ്റ് ഉണ്ട്. എവിടെ എല്ലാം നല്ല പൊടി കുഞ്ഞുങ്ങളാണ്. ഏകദേശം വിരിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 ദിവസമായുള്ളേ. 5 സെറ്റ് ഞാനൊന്ന് കോരിക്കൂടെ കാണിച്ചേക്കാം. അല്ലേ തീരെ പൊടി കുഞ്ഞുങ്ങളാ. അങ്ങനെ അങ്ങോട്ട് തന്നെ വിട്ടുകൊടുക്കാം. ഈ വരാൽ കുഞ്ഞുണ്ടല്ലോ 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ പിടിച്ച് നേഴ്സറിയിലാക്കുകയാണ് പതിവ്. ഇല്ലെങ്കിൽ ഇത് വലുതാവും തോറും പിന്നെ ഇവനെ പിടിച്ചെടുക്കുന്നത് പ്രയാസമേറിയ കാര്യമാണ്. ഈ കുളത്തിൽ തന്നെ ചെറിയൊരു കൂട് സമയം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ തീറ്റ കൊടുക്കാൻ വേണം. ഇതിനകത്ത് കിടക്കുന്നത് വരാലാണ്. വരാലിന്റെ കുഞ്ഞുങ്ങളാണ്, 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ പൊടിത്തീറ്റാണ് കൊടുക്കുന്നത് സ്റ്റാർട്ട് സമയത്ത്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് മാത്രം തീറ്റ കിട്ടും. അപ്പൊ ആ രീതിക്കാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാവേ. ഉണ്ടാ ഇതിപ്പോ തീറ്റ എടുക്കാനുള്ള പരിവായി. അപ്പൊ നമ്മള് ഈ കൂട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ ആദ്യ സമയത്തൊക്കെ നമ്മള് ഈ കൊതുകിന്റെ വലയല്ലേ അതായിരുന്നു ഉപയോഗിച്ച് നെറ്റ് ഇങ്ങനെ അടിച്ചിട്ടിരുന്നത്. അപ്പൊ ആമ വന്ന് കടിച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഹോളിട്ട് വെച്ചാല് പെട്ടെന്ന് തന്നെ ആ മീനെല്ലാം കൂടെ അതിന് വേണ്ടി ഇറങ്ങിപ്പോവും. അപ്പൊ നമ്മൾ വളരെ ഇപ്പൊ ഇരുമ്പിന്റെ തന്നെ തുരുമ്പടിക്കാത്ത നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിപ്പോ 4-5 വർഷം കഴിഞ്ഞാണ്. ഉണ്ടാ ഒരു കുഴപ്പമില്ല വെള്ളത്തിൽ കിടന്നാലും. അപ്പൊ നല്ല ഈ വെള്ളത്തിൽ കിടന്നാലാണ് നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പൊ മീൻ നന്നായിട്ട് തീറ്റയും കിട്ടും. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് നമ്മള് വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഉണ്ടല്ലോ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്ന് ഈ കുളത്തിലേക്ക് തന്നെ വിടുന്നത്. ഈ കുളം പ്രധാനമായിട്ടും നൈലോ തിലോപ്പി ബ്രീഡ് ചെയ്യിക്കുന്ന കുളമാണ്. അപ്പൊ നമ്മള് ഈ തിലോപ്പിയോടെ തിങ്ങണ സമയത്തുണ്ടല്ലോ കുഞ്ഞുങ്ങള് ഇപ്പൊ ഏറ്റവും വലിയ കുഞ്ഞുങ്ങൾ നമ്മള് ഇതിനകത്ത് ഇടും. നെറ്റിനകത്ത് ഇട്ടിട്ട് നമ്മള് ഇതിപ്പോ 5 വെക്കും. തീരെ പൊടി കുഞ്ഞുങ്ങൾ നമ്മള് വരാലിന് തീറ്റയാക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് നേരെ എടുത്തിട്ട് വരാലിടക്ക് തീറ്റയോടെ കൊടുക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നാടൻ മലന്റെ ഒക്കെ ഏറ്റവും വലിയ ഗുണമില്ല ഈ ചെറിയ മീനുകൾ, ജീവനുള്ള മീനുകളെ തിന്നിട്ട് ആണ് പ്രധാനമായിട്ടും വളരുന്നത്. അപ്പൊ അതല്ല ഈ കുളത്തിലൊക്കെ മീശാൻ പോണ സമയത്ത് കുറെ ചെറിയ ചെറിയ മീനുകൾ കിട്ടും, പാരലി. അതിനെയൊക്കെ നമുക്ക് ഇതുപോലെ തീറ്റയാക്കും. അപ്പൊ തീറ്റ ചില പരമാവധി കുറക്കുന്ന ഒരു മെറ്റലാണ് ചെയ്യുന്നത്. കണ്ടാ ജീവനുള്ള മീനാണെങ്കിൽ തിന്നോളട്ടാ, ചത്ത മീന് തിന്നേല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്താ വരാൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ ഇത് കുറേണ്ടാ വെട്ടാണ്ടാ വന്നാണ്ടാ. അപ്പൊ അങ്ങനെ വെട്ടി തിന്നും. വരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയ ജീവനുള്ള മീനുകൾ തന്നെയാണ്. ഈ കുളത്തിന് ബ്രീഡ് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇണക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ പുല്ലുകള് ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈഡ് പാടൊക്കെ ഉണ്ടാ ഇതൊക്കെ പുല്ലുണ്ടാകുമ്പോൾ ഈ പായല് അതുപോലെ ഓവറായിട്ട് വെയില് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാ. ഫുള്ള് ഒരു മിനിമം ചൂടേ ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പൊ ഒരുപാട് ബ്രീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളായിട്ട് ഏകദേശം 10 സെറ്റ് പാർപ്പാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്നതല്ലേ 10 സെന്റില് നമ്മുടെ മീൻകുളമാണ്. അപ്പൊ തന്നെ നമ്മൾ പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമ്മള് വരാലിനെയാണ് നമ്മൾ വളർത്തുന്നത്. നമുക്ക് എന്തായാലും മീൻ ഷോർട്ട് സമയത്ത് പിടിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരെണ്ണം അടിച്ചിട്ടുണ്ടാ. അപ്പൊ തന്നെ അതിന്റെ മേളിൽ നമ്മൾ പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മള് മേളിൽ നിന്നില്ലേ, മേളിൽ നിന്ന് നമ്മൾ പടത്തിയാണ് കെട്ടിരിക്കുന്നത്. പുള്ളി നെറ്റിട്ടിരിക്കുകയാണ്. ഏതായാലും കുളത്തിൽ നെറ്റിയിടണം. അപ്പൊ നമുക്ക്
ഇവിടെ മീൻ ചാണ്ടിയൊക്കെ വന്ന് മീൻ പിടിച്ചിട്ട് പോയിരിക്കും, പൊന്മാനൊക്കെ വന്ന് മീൻ പിടിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ മീനും വളർത്തി ഇവിടെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറി ഇടക്ക് വെള്ളമെടുത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയായി. പച്ചക്കറി മീനും ഒരേ കുടക്കഴിൽ. ഈ കുളത്തിന്റെ വെള്ളമാണ് നമ്മൾ ഈ ഏരിയയിൽ മുഴുവനും 2 ഏക്കർ സ്ഥലവും നനക്കുന്നത്. തീറ്റ കൊടുക്കുന്നത് 4mm തീറ്റ. മീൻ കുഞ്ഞുങ്ങളില്ലേ, മീൻ പിടിക്കാൻ പോണ പോലത്തെ മീൻ കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് കൊടുക്കാം. എല്ലാം വന്ന് കൃത്യമായിട്ടത് കഴിച്ചിട്ടിരിക്കുകയാണ്. മൊത്തം ഓവറായിട്ട് ഇടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഓരോ ദിവസം തിന്ന് തീർന്ന അനുസരിച്ച് വേണമെങ്കിൽ ശാലത്തെ കൂട്ടിയിടാം. ഒരുപാട് വേസ്റ്റ് കളയും. കാരണം ഈ തീറ്റയ്ക്ക് 100 രൂപയ്ക്ക് മേളില് വിലയുള്ള തീറ്റകളാണ്. വെള്ളം ഓവറായിട്ട് പൊങ്ങി പോകാത്ത രീതിയിലുള്ള കുളം സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ട, ഇങ്ങനെയുള്ള ഒരു സൈഡ് നെറ്റ് കൂടെ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ട, ഇവിടെ ഷെയ്ഡ് നെറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ വരാല് ഒരു 1 മീറ്റർ ഹൈറ്റ് വരെ ചാടിപ്പോകും. പ്രത്യേകിച്ച് മഴക്കാലാണ്. അതുകൊണ്ട് തന്നെ പുതുമഴ പെയ്യുന്ന സമയത്തൊക്കെ ഓവറായിട്ട് ചാടും. അതുപോലെ തന്നെ മറ്റൊരു ചാടിപ്പോണ മീനാണ് ചെമ്പല്ലി. ചെമ്പല്ലി ചാടിയല്ല, തത്തി കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിവുണ്ട്. അപ്പൊ ഈ 2 മീനും വളർത്തുമ്പോൾ ഇങ്ങനെ നെറ്റ് സമയങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണത്. ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഇവിടം വരെ ഇല്ലേ പാട് കണ്ട, ഇവിടം വരെ വെള്ളം വന്നാണ്. ഇപ്പൊ ഈ മഴ കുറഞ്ഞപ്പോൾ താന്ന് വന്നാണ്. അപ്പൊ ഈ രീതിയിലുള്ള സമയങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1000 കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ വിളവെടുക്കുന്ന സമയത്ത് വളരെ കുറവായിരിക്കും. അതപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സ്യകൃഷി ഏറ്റവും ലാഭകരമാവുന്നത് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കുമ്പോഴാണ്. ഇത്രയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒരു മാസമൊക്കെ പരിചരിച്ച് വിൽക്കുമ്പോൾ 5 രൂപ 6 രൂപ 10 രൂപ വരെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ആ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ വളർത്തി വിൽക്കുമ്പോൾ കൃഷി ലാഭകരമായിട്ട് മാറിയാണ്. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്നവരും മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ.